ഡിവൈഎഫ്ഐ പരിപാടിയിലേക്ക് ശശി തരൂരിന് ക്ഷണം. AR റഹീം, VK സനോജ് എന്നിവർ നേരിട്ടെത്തിയാണ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ ക്ഷണിച്ചത്. മാർച്ച് ആദ്യമാണ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ. ക്ഷണത്തോട് തരൂർ അനുകൂലമായാണ് പ്രതികരിച്ചതെന്ന് ഡിവൈഎഫ്ഐ പറയുന്നു. പ്രജിത്ത് വിവരങ്ങൾ നൽകും. പ്രജിത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ഡിവൈഎഫ്ഐ കൃത്യസമയത്താണ് ഇടപെട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഈ അവസരം മുതലെടുക്കാനുള്ള തീരുമാനം ഏതായാലും ശശി തരൂര് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് വെച്ചാൽ അനുകൂലമായി തന്നെ പ്രതികരിച്ചു, നേരിട്ടെത്തി ക്ഷണിച്ചു എന്നുള്ളതാണ്. അത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. AR റഹീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫോട്ടോ ഉൾപ്പെടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ളത്. അത് തരൂരിൻ്റെ വിവാദ പരാമർശങ്ങൾ നിലനിൽക്കുകയാണ് ഈ ക്ഷണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. AR റഹീം, VK സനോജ് എന്നിവർ നേരിട്ടെത്തിയാണ് ഈ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് തരൂരിനെ ക്ഷണിച്ചത്. മാർച്ച് ആദ്യമാണ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരു വശത്ത് തരൂരിൻ്റെ വിവാദ പ്രസ്താവനകളോടുള്ള കോൺഗ്രസിൻ്റെ സമീപനം തന്നെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. സംസ്ഥാനത്താവട്ടെ ഉപദേശങ്ങൾ വരെ ശശി തരൂരിന് നൽകുന്ന സാഹചര്യമായിരുന്നു. പ്രജിത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് വിവരങ്ങൾ? ഒരു നിർണായകമായ രാഷ്ട്രീയ നീക്കം തന്നെ ഡിവൈഎഫ്ഐ നടത്തിയെന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നയങ്ങളെയും ഒപ്പം തന്നെ സ്റ്റാർട്ടപ്സ് നയങ്ങളെയും ഒക്കെ പിന്തുണച്ചുകൊണ്ട് ശശി തരൂർ രംഗത്ത് വന്നൊരു സാഹചര്യം അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണ് ഡിവൈഎഫ്ഐ. ഒരുപക്ഷെ കോൺഗ്രസിൽ ശശി തരൂരിനെ അവഗണിച്ചുകൊണ്ട് ഈ വിവാദങ്ങൾ തൽക്കാലം കെടുത്തിക്കളയാമെന്നുള്ളൊരു ധാരണയിലേക്ക് പോയിരുന്നെങ്കിൽ ഡിവൈഎഫ്ഐ ഒരു മുഴം നീട്ടിയെറിഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു. കാരണം ഡിവൈഎഫ്ഐ നേരിട്ട് ഡൽഹിയിലെത്തി ഡൽഹിയിലെ വസതിയിൽ വെച്ച AR റഹീമും VK സനോജും അടക്കമുള്ള നേതാക്കൾ ഡിവൈഎഫ്ഐ മാർച്ച് 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് നടത്തുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ശശി തരൂരിനെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. ഇത് സംബന്ധിച്ചൊരു ഫോട്ടോയൊക്കെ ഇപ്പോൾ AR റഹീം പുറത്തുവിട്ടിട്ടുണ്ട്. മവാസോ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്കാണ് ശശി തരൂരിന് ക്ഷണം നൽകിയിരിക്കുന്നത്. അതിൽ AR റഹീം പറയുന്ന ഒരു കാര്യം, ഡിവൈഎഫ്ഐയുടെ ഇടപെടലിനെയും തന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിനെയും ശശി തരൂർ അഭിനന്ദിച്ചു എന്നുള്ളതാണ്. വികസന കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്ന് തരൂർ ആവർത്തിച്ചു എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതിനാൽ മാത്രം തനിക്ക് ഡിവൈഎഫ്ഐയുടെ ഫെസ്റ്റിവലിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അറിയിച്ചത് എന്നാണ് AR റഹീം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസിലൂടെ അല്ലെങ്കിൽ കോൺഗ്രസ് നയങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ശശി തരൂർ വ്യക്തമാക്കിയതായി ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നു. ഒരുപക്ഷെ CPM-ലേക്കുള്ള ഒരു ക്ഷണമായിട്ടൊക്കെ വേണമെങ്കിൽ ഇതിനെ വിലയിരുത്താൻ കഴിയും. ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിവാദങ്ങൾ ഉണ്ടായ സമയം മുതൽ തന്നെ CPM-ന് അനുകൂലമായ നിലപാട്, പിണറായി സർക്കാരിന് അനുകൂലമായ നിലപാട് തന്നെയാണ് ശശി തരൂർ സ്വീകരിച്ചത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ കൂടുതൽ ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് ഡിവൈഎഫ്ഐയുടെ നീക്കം കൂടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ മുഖം എന്ന് പറയുന്നത്. കാരണം ശശി തരൂരിന് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നയം എന്ന് പറയുന്നത്, സംസ്ഥാന കോൺഗ്രസിന്റെ ഒരു നയം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി കൂടി നേരിട്ട് വിളിച്ച് അതൃപ്തി അറിയിച്ചതോടുകൂടി ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയതോടുകൂടി ഇനി ശശി തരൂരിന് ഇത്തരം അഭിപ്രായങ്ങൾ പരസ്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നാൽ അദ്ദേഹത്തിന് കോൺഗ്രസിൽ തുടരാനാകുമോ എന്നുള്ള ചർച്ചകൾക്കും തുടക്കമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ കോൺഗ്രസിൽ തൽക്കാലം തീരുമാനമെടുത്തിരിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിൽ ശശി തരൂരിനെ അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പാർട്ടി പരിപാടികളൊന്നും കൂടുതൽ പങ്കാളിത്തം ശശി തരൂരിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. തിരുവനന്തപുരം ജില്ലയിൽ പോലും അദ്ദേഹത്തെ അവഗണിക്കാനുള്ള ഒരു നയത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് സംസ്ഥാന കോൺഗ്രസിലെ വിവിധ നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഡിവൈഎഫ്ഐയുടെ ഇങ്ങനെ ഒരു ക്ഷണം സംബന്ധിച്ച വാർത്ത പുറത്തു വരുന്നത്. സർക്കാരിന്റെ നയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഇത്തരമൊരു അഭിപ്രായ പ്രകടനം ഉണ്ടായ സ്ഥിതിക്ക് തന്നെയാണ് ശശി തരൂരിനെ ഡിവൈഎഫ്ഐ തങ്ങളുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. 1-ാം തീയതി 2-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ മവാസോ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതേ വേദിയിലേക്ക് ശശി തരൂർ അല്ലെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നിലെ രാഷ്ട്രീയം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇനി തരൂർ പങ്കെടുത്താലും ഇല്ലെങ്കിലും ശരി, ഇടതുപക്ഷത്തേക്ക് ഒരു ക്ഷണമായി തന്നെ ഈ നീക്കത്തെ വിലയിരുത്തുമെന്നുള്ള കാര്യവും ഡിവൈഎഫ്ഐ നേതാക്കൾക്കറിയാം. അത് തരൂരിനുള്ള ഒരു സ്വാഗതമായി കാണാൻ കഴിയും. ഒരു തരത്തിൽ വേണമെങ്കിൽ അങ്ങനെയും വിലയിരുത്താൻ കഴിയും. പക്ഷേ അപ്പോഴും ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. ഡിവൈഎഫ്ഐയുടെ പ്രധാനപ്പെട്ട നേതാവായ AR റഹീം പറയുന്നത് പോലെ മനസ്സിനൊപ്പം തനിക്കിപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഇടപെടലിനെയും വികസന കാര്യത്തിൽ താൻ രാഷ്ട്രീയം നോക്കാറില്ല എന്നുള്ള നിലപാട്, അത് CPM എങ്കിൽ CPM, അതിനൊപ്പം താൻ നിൽക്കുമെന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ ശശി തരൂർ നിൽക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ ആവർത്തിച്ച് പറയുമ്പോൾ കോൺഗ്രസിനെതിരാണ് തരൂർ എന്നുള്ള സന്ദേശം കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ ഡിവൈഎഫ്ഐ നേതാക്കൾ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ഡിവൈഎഫ്ഐയുടെ ഇടപെടലിൽ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മനസ്സ് തുറക്കേണ്ടത് ശശി തരൂരാണ്. ശശി തരൂർ ഇന്ന് വൈകുന്നേരത്തോടെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം മാധ്യമങ്ങളോട്
ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ നേരിട്ട് രാഹുൽ ഗാന്ധി AICC ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയ ശശി തരൂരിനെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാതെയാണ് മടങ്ങിയത്. സാധാരണഗതിയിൽ ഒരിക്കലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാത്ത ഒരാൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഈ ക്ഷണം വന്ന സ്ഥിതിക്ക് ഡിവൈഎഫ്ഐയുടെ ഈ ക്ഷണത്തിന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അദ്ദേഹം മറ്റു പരിപാടികൾ ഏറ്റുപോയത് കൊണ്ട് മാത്രം തനിക്ക് വരാൻ കഴിയില്ല എന്നുള്ള അറിയിച്ച ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ശശി തരൂർ വ്യക്തമാക്കേണ്ടി വരും. ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അത് വീണ്ടും വലിയ ചർച്ചകൾക്ക് തുടക്കമിടും. പ്രത്യേകിച്ച് ശശി തരൂരിന്റെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളതായിരിക്കും അതിനുശേഷം ഉയർന്നു വരുന്ന പ്രധാന ചർച്ചകൾ. അങ്ങനെയെങ്കിൽ ഒരു പുതിയ സാഹചര്യം ശശി തരൂരിനെ പോലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതരായ ഒരു നേതാവ്, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ആൾ ഒരു CPM-നോട് അനുകൂലമായ ഒരു ലൈൻ സ്വീകരിക്കുമോ, ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അദ്ദേഹം തയ്യാറാകുമോ, അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾക്കും സാധ്യതകൾക്കും ഒക്കെ വഴി തുറക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ശശി തരൂരിനെ ഈ മവാസ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ഡിവൈഎഫ്ഐ ക്ഷണിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത്. ശരി പ്രജിത്ത്.